കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാം നല്ല ദൈവമേ സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ ഈ കാഴ്ചകൾ തമ്പുമണി പോലെ പൊടിഞ്ഞു ചേരാൻ മുന്തിരിച്ചാറെന്ന പോലെ അലിഞ്ഞു ചേരാൻ എല്ലാവർക്കുമെല്ലാമായി ശൂന്യനാകുവാൻ എൻ്റെ ജന്മം നിനക്കായി ഞാൻ കാഴ്ചയേകുന്നു സ്നേഹമായി സാദരം സ്വീകരിച്ചാലും സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ കാഴ്ചകൾ നിൻ മാംസച്ചോരയിൽ ചേർത്തു വയ്ക്കുന്നു നൊന്തു നീറും നൊമ്പരമെല്ലാം സ്നേഹനാഥ നിന്നിലൊന്നായി തീർന്നിടുവാൻ പൂർണ്ണമായി ഞാൻ എന്നെയങ്ങിൽ നൽകിയിടുന്നു സ്നേഹമായി സാദരം സ്വീകരിച്ചാലും സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ ഈ കാഴ്ചകൾ കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാം നല്ല ദൈവമേ സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ ഈ കാഴ്ചകൾ സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ ഈ കാഴ്ചകൾ കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം. KC കുര്യൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹോദരനായി
ഫാൽക്കൺ പ്ലാസ എന്ന് പറയുന്ന ഇരിട്ടിയിലെ ടൂറിസ്റ്റ് ഹോം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുള്ളത് എൻ്റെ സെക്കൻഡ് ഹോം എന്നാണ്. കണ്ണൂരിലെ എൻ്റെ വീട് കഴിഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ വീട് എന്ന് പറയുന്നത് ഫാൽക്കൺ പ്ലാസ. ഒരു 10 മിനിറ്റ് ഇരിക്കണമെങ്കിൽ, ഒരു ചായ കഴിക്കണമെന്ന് തോന്നുമെങ്കിൽ, ഒന്ന് കാലുമുഖവും കഴുകണമെങ്കിൽ എനിക്ക് മുൻ MLA എന്ന നിലയിൽ ലൈവിൽ പോകാം. പക്ഷേ ഞാൻ ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ 8 വർഷവും ചെയ്തത് ഫാൽക്കൺ പ്ലാസയിൽ പോയിരിക്കുക എന്നതാണ്. പാവപ്പെട്ട 14 പെൺകുട്ടികൾക്ക് മാംഗല്യം ചേർത്താൻ 30 ലക്ഷം രൂപ മഹാമനസ്സാണ്, നിഷ്കളങ്ക, എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരാളുടെ ഹൃദയമാണ് കുടി. നമ്മൾ ആര് ഭരിച്ചാലും നഷ്ടമാണെന്ന് പറയും. പക്ഷേ ഇത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു നഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സഹായിക്കുന്ന എൻ്റെ സ്വന്തക്കാരനായ കുടി. കൂടുതൽ ഫലം ആഗ്രഹിക്കുന്നു. ദൈവം അതിനെ അനുഗ്രഹിക്കും. ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. എന്നെ സഹായിച്ചിരുന്നു, എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു, എന്നെ സ്നേഹിച്ചിരുന്നു. എനിക്ക് നഷ്ടപ്പെട്ടത് ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, ഒരു സഹോദരനാണ്. ആ സഹോദരനെ ദൈവം അനുഗ്രഹിക്കും. ആത്മാവിന് നിത്യശാന്തി ലഭിക്കും. വിട്ടേച്ചു പോയ കുടുംബങ്ങൾക്ക് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദുഃഖത്തിൽ എല്ലാവരേക്കാൾ കൂടുതൽ ദുഃഖം ഞാനും പേരുന്നു എന്ന് മാത്രം ചോദിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അന്നമ്മ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, പ്രിയമുള്ളവരെ, വാക്കുകളേക്കാൾ മൗനത്തിന് വാചാലതയുള്ള ഈ ദുഃഖ നിമിഷത്തിൽ സാധാരണക്കാരുടെ ആശയും പ്രതീക്ഷയും ജനത്തിൻ്റെ മാതൃകാ പുരുഷനുമായിരുന്ന KC കുര്യൻ എന്ന മനുഷ്യസ്നേഹിയുടെ ആകസ്മികമായ നിര്യാണത്തിൽ ഈ നാട്ടിലെ ജനങ്ങളോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഒപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഈ സ്നേഹ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞലി അർപ്പിക്കുകയാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ, വികാരി അച്ഛൻ, വേദിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെയും മറ്റ് വിവിധ സംഘടനകളുടെയും നേതാക്കന്മാർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് ശ്രീ KC കുര്യൻ്റെ അപ്രതീക്ഷിതമായ മരണവാർത്ത ഒരു ഞെട്ടലോടുകൂടിയാണ് എനിക്ക് കേൾക്കുവാൻ സാധിച്ചത്. സുഖമായി ഇരിട്ടിയിലെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്നും എത്രയും പെട്ടെന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ മൊബൈൽ ICU ആംബുലൻസ് ഇരിട്ടിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ICU മൊബൈൽ ആംബുലൻസ് ഇരിട്ടിയിൽ ഞാൻ എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഒരു വികസന സ്നേഹിയായിരുന്നു. ഇരിട്ടിയിൽ വരുമ്പോഴും മറ്റു സന്ദർഭങ്ങളിലുമെല്ലാം അദ്ദേഹവുമായി പരിചയപ്പെട്ടപ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ എനിക്ക് ആ വ്യക്തിയുടെ അരികിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒരു പ്രതീക്ഷ, ഒരു വിശ്വാസം, അത് എനിക്കിവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. കേരളത്തിലും ഇന്ത്യക്കകത്തും വിദേശങ്ങളിലുമുള്ള ഒരുപാട്
ധനാഢ്യന്മാരെ കാണുവാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. നിങ്ങളിലും പലരും അത്തരം ആളുകളെ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ വികാരി അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സമ്പത്തുകളും ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് കാരുണ്യമയനായ ദൈവം കനിഞ്ഞു തന്നിട്ടുള്ളതാണ്. അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് ദൈവത്തിൻ്റെ പുത്രന്മാരായ എല്ലാവർക്കും അതിനൊരു പങ്കെങ്കിലും നൽകിയാൽ മാത്രമേ എൻ്റെ മനസ്സിന് ആശ്വാസം ലഭിക്കൂ എന്ന ഒരു ഉദാത്തമായ ഒരു ചിന്താഗതിയുള്ള ഒരു ധനാഢ്യൻ അതായിരുന്നു കെ.സി. കുര്യൻ. ശ്രീ കെ.സി. കുര്യൻ ഈ മലയോര മേഖലയിലെ അന്തരീക്ഷത്തിൽ ഒരു മുല്ലമൊട്ടിൻ്റെ പരിമളം പരത്തിക്കൊണ്ട് ഒരു നല്ല മനുഷ്യസ്നേഹിയായി പാവപ്പെട്ടവരുടെ അശരണരായ ആളുകളുടെ അവരുടെ ദുഃഖങ്ങളിൽ ഇത്തിരിയെങ്കിലും ആശ്വാസം പകർന്നുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അതൊന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും അടുത്തെങ്ങും വിട്ടുപോവില്ല എന്നെനിക്കറിയാം. മരണം എന്ന് പറയുന്നത് അത് അനിവാര്യമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ എല്ലാം പുൽകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ജനിച്ചെങ്കിൽ നമ്മളെല്ലാം മരിച്ചേ പറ്റൂ. മരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ജനിക്കാതിരിക്കണം. കെ.സി. കുര്യൻ എന്ന എൻ്റെ സഹോദരൻ എനിക്ക് 1 വയസ്സിന് മാത്രം മൂപ്പുള്ള പ്രായമുള്ള എൻ്റെ സഹോദരൻ്റെ മരണം അത് ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഒരു പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു മരണമാണ്. അങ്ങനെയുള്ള ഒരു മരണം നമ്മയെല്ലാം ദുഃഖിപ്പിക്കും, നമ്മയെല്ലാം ഞെട്ടിപ്പിക്കും. അദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യസ്നേഹി ഇനി എന്ന് ഈ നാട്ടിൽ ഉണ്ടാകും എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്നു. ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ദേഹമടക്കം ചെയ്യുന്ന ആ വേളയിലും നൂറുകണക്കിനായ സഹോദരന്മാരുടെ ചുണ്ടുകളിൽ നിന്നും മന്ത്രിക്കുന്ന ഒരു വാക്ക് കെ.സി. കുര്യൻ ഒരു നല്ല മനുഷ്യസ്നേഹിയായിരുന്നു, ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ഗതി വന്നുപോയല്ലോ എന്ന് സങ്കടപ്പെടുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട്. അത്തരമൊരു മനുഷ്യൻ്റെ ദേഹവിയോഗം നമ്മുടെ നാട്ടിൽ വരുത്തിയിട്ടുള്ള ദുഃഖം അത് അവർണ്ണനീയമാണ്, പറയാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഘടകത്തിൻ്റെ പേരിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി സഹകരണ ആസ്പത്രിയുടെ പേരിലും ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിൻ്റെ പേരിലും എല്ലാവിധത്തിലുള്ള അനുശോചനങ്ങളും ഞാൻ നേരിടുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, വേദിയിലെ പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉയർന്നു ചിന്തിക്കുകയും അതനുസരിച്ച് തന്നാൽ കഴിയുന്നതിലും അതിനപ്പുറവും സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന കാരക്കാട്ടെ കുര്യൻ ചേട്ടനെ കുറിച്ചാണ് എനിക്ക് മുമ്പ് സംസാരിച്ചവരും ഇനിയും സംസാരിക്കാനുള്ളവരും അതോടൊപ്പം തന്നെ സംസാരിക്കാതെ സ്വകാര്യ വർത്തമാനങ്ങൾ പറയുന്നവരും എല്ലാം പറയുന്ന ആ നല്ല മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പദ്ധതികളും പ്രവർത്തനങ്ങളും ഈ പ്രദേശത്ത് നടപ്പിലാക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുവാനും അതോടൊപ്പം തന്നെ അതുവഴി ഒരുപാട് ആളുകളെ സഹായിക്കാനുമുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ പണമുള്ളവരുണ്ട്. ഒരുപക്ഷെ കുര്യൻ ചേട്ടൻ്റേതിനേക്കാളും പണമുള്ളവർ ഒരുപക്ഷെ പഞ്ചായത്തിലുണ്ടാകാം, പുറത്തുണ്ടാകാം, നാട്ടിലുണ്ടാകാം, രാജ്യത്തുണ്ടാകാം. പക്ഷെ അവർക്കൊന്നുമില്ലാത്ത മനസ്സും അവർക്കൊന്നുമില്ലാത്ത ശീലവുമാണ് കുര്യൻ ചേട്ടൻ ഈ നാട്ടിലെ നമ്മളുടെ എല്ലാം മുമ്പിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്.
പലപ്പോഴും പല സഹായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയപരമല്ലാത്തത് സമീപിക്കുമ്പോൾ ശ്രീ വി ടി സൂചിപ്പിച്ചതാണ് പറയാറ്, അർഹതയുള്ളവർ പലപ്പോഴും പിന്തള്ളപ്പെട്ടു പോകുന്ന അനുഭവമുണ്ട് എന്ന് പറയുന്ന സാഹചര്യം. അത്തരം ആളുകളെ കണ്ടുപിടിച്ച് സഹായിക്കണമെന്ന ആഗ്രഹം അത് പണമുണ്ട് എന്നതുകൊണ്ട് മാത്രം നടക്കുന്നതല്ല. അതിനൊരു മനസ്സുണ്ടാകണം. തനിക്ക് ലഭിച്ച പണം സഹജീവികളുമായി വിനിയോഗിക്കാനുള്ള ആ നല്ല മനസ്സിൻ്റെ ഉടമ, അതാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇരിട്ടിയിലെ നേരമ്പോക്ക് റോഡ് ഒന്നുമല്ലാതിരുന്ന ആ ഒരു പ്രദേശം, അങ്ങോട്ടേക്ക് ആളുകൾ പോകുന്നത് ഭയത്തോടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. തുളസി ഡോക്ടറുടെ ഹോസ്പിറ്റലും ആണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഫാൽക്കൺ പ്ലാസ വന്നതോടുകൂടിയാണ് മേഖല ആകമാനം വികസിക്കുന്ന തരത്തിലേക്ക് മാറിയത്. അത് വന്നതോടുകൂടിയാണ് ഇരിട്ടിയിൽ തന്നെ ഒരു വികസനത്തിൻ്റെ പുതിയ ഒരു ചിത്രം വരയ്ക്കുന്നതിന് അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതിന് ഇരിട്ടിയിലെ വ്യാപാരി വ്യവസായികൾക്കും അവിടുത്തെ നാട്ടുകാർക്കും ഒരു പ്രചോദനം ഉണ്ടായത്. ഒക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുള്ളതാണ്, നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും പറയാറുണ്ട്, ഇതുപോലുള്ള ആളുകളെ നാട്ടിൽ ആദരിക്കപ്പെടാറില്ല എന്ന്. ഇത്തരമൊരു സാഹചര്യത്തിൽ ശ്രീ കുര്യൻ ചേട്ടൻ്റെ ആകസ്മിക മരണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക്, സർവോപരി ഈ നാട്ടിനാകമാനമുള്ള ആളുകൾക്കുണ്ടായിട്ടുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു. എല്ലാ അനുശോചനവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. വിനയാന്യതവും ലാളിത്യപൂർണമായ പെരുമാറ്റത്തിലൂടെ പരിചയപ്പെടുന്നവരുടെ മനസ്സിൽ ആകെ ഇടം തേടിയിട്ടുള്ള കഠിനാധ്വാനത്തിലൂടെയും ഭാവനാപൂർണമായ വീക്ഷണത്തിലൂടെയും സാമൂഹ്യ രംഗത്തും വ്യാവസായിക രംഗത്തും ഈ മലയോര മേഖലയിലും വിദേശത്തുമാകെ പ്രശസ്തനായിട്ടുള്ള ശ്രീമാൻ കെ.സി. കുര്യൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കൂടി വേർപാടിൽ ആ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അനുശോചനം അറിയിക്കുകയാണ്. നേരത്തെ ശ്രീ വി ടി തോമസ് സൂചിപ്പിച്ചതുപോലെ ഒരു സതീർത്ഥ്യൻ്റെ വേർപാടിൽ അത് അനിതര സാധാരണമായ രീതിയിൽ മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സ്നേഹമസൃണമായ തുടക്കത്തിൽ നേരത്തെ അദ്ദേഹത്തിൻ്റെ അന്ത്യ ചടങ്ങിൽ പ്രസംഗിച്ച മഡഗാസ്കർ നിന്ന് വന്ന ബിഷപ്പ് മഹാൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ക്ലാസ്സിലെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച ആ